ആത്മഹത്യക്ക് പിന്നാലെ പെരിങ്ങമല ബാങ്ക് അഴിമതിയും. തിരുവനന്തപുരത്തെ BJPക്ക് ഇത് കെട്ടകാലം. തലസ്ഥാനത്തെ BJP നേതൃത്വത്തിന് ഇത് തലവേദനയുടെ കാലം. പ്രവർത്തകരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിന് പിന്നാലെയാണ് നേതൃത്വം നടത്തിയ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. പണം പലിശ സഹിതം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. സഹകരണ സംഘത്തിന് ബാധ്യതയായി വന്ന 4,16 ലക്ഷം രൂപ ഭാരവാഹികളിൽ നിന്നും ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. BJP നിയന്ത്രണത്തിലുള്ളതായിരുന്നു സഹകരണ സംഘം. അതേസമയം ക്രമക്കേടിൽ പങ്കില്ലെന്നും താൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ലെന്നും S. സുരേഷ് പറഞ്ഞു. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്ന സഹകരണ നിയമം ലംഘിച്ചാണ് BJP നേതാക്കൾ വായ്പ എടുത്തതെന്ന് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിലൂടെ ബാങ്കിന് ഏകദേശം 4.16 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 16 അംഗ ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു S. സുരേഷ്. 43 ലക്ഷം രൂപ പലിശ സഹിതം തിരിച്ചടയ്ക്കണം. പ്രസിഡന്റായിരുന്ന G. പത്മകുമാർ 46 ലക്ഷമാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഭരണസമിതിയിലെ 16-ൽ 7 പേർ 46 ലക്ഷം വീതവും 9 പേർ 19 ലക്ഷം വീതവും തിരിച്ചടയ്ക്കണം. ഈ പണം 2013 മുതൽ 18% പലിശ സഹിതം നോട്ടീസ് കൈപ്പറ്റി 1 മാസത്തിനകം തിരിച്ചടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണസമിതിയിലുള്ളവർ നിയമം ലംഘിച്ച വായ്പയെടുത്തും ബിനാമി ഇടപാടുകൾ നടത്തിയതുമാണ് സഹകരണ സംഘം നഷ്ടത്തിലാകാൻ കാരണം. അഴിമതി, ആസ്തി നഷ്ടം എന്നിവ സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഭരണസമിതി അംഗങ്ങൾ അതേ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചാണ് അംഗങ്ങൾ വായ്പ എടുത്തതെന്നും ആകെ 4,15,77,249 രൂപയാണ് അഴിമതി മൂലം നഷ്ടമായതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഈ കേസുകളുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തെ BJP RSS നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുമല BJP കൗൺസിലറായിരുന്ന തിരുമല അനിൽകുമാറിനെ ഓഫീസിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. അനിൽകുമാർ നേതൃത്വം നൽകിയ സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നതിൽ പാർട്ടി ഇടപെട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിച്ചിരുന്നു. അതുപോലെ അടുത്തിടെ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത RSS നേതാവ് ആനന്ദ് തമ്പിയെ പാർട്ടി തള്ളിക്കളയും മറ്റ് അണികൾ സോഷ്യൽ മീഡിയയിലൂടെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയതും തിരുവനന്തപുരത്തെ BJP നേതൃത്വം വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്.